നീതുവിനെ കാണാൻ വേണ്ടിയിട്ട് ഹരീഷ് നീതുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നീതുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. അവളുടെ ഏട്ടൻ വന്നിട്ട് ഹരീഷിനെ വഴക്കൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറിപ്പോയിട്ട് നീതുവിനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അവിടെ അടിയും വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഹരീഷ് അറിയാതെ ഹരീഷിൻ്റെ പുറകിൽ സുധീഷും വരുന്നുണ്ട്. വന്നിട്ട് ഏട്ടൻ എന്തിനാ ഇങ്ങോട്ട് ഇപ്പോൾ വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വിട്, ഇവിടെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ മകളല്ലേ ഹരീഷിൻ്റെ അടുത്ത് സംസാരിക്കും വയ്ക്കുകയൊക്കെ ചെയ്തത്, അവളുടെ ഭാഗത്തും തെറ്റില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മകൾക്ക് 21 വയസ്സായിട്ടുള്ളൂ. ബുക്ക് എടുത്തിട്ട് പഠിക്കാൻ നടക്കേണ്ട സമയത്ത് കൊച്ചിനെയും ഒക്കെ തിരുത്തിയിട്ട് നടക്കേണ്ട അവസ്ഥയായില്ലേ. നിൻ്റെ അനിയനല്ലേ ഇതിനെല്ലാം കാരണം. നിൻ്റെ വീട്ടിനെക്കുറിച്ച് നല്ല അഭിപ്രായമൊന്നുമല്ല, അതുപോലെ തന്നെ ആയില്ലേ എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെ അടിയും വഴക്കൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ നീതു അത് കണ്ടിട്ട് ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ഒന്നും അല്ല, എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നോക്കി ഇവരെല്ലാവരും കൂടെ. എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കിയപ്പോൾ ഒരു നിവൃത്തിയില്ലാതായപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തിനാ നീ ഇത്രയും വലിയ കള്ളം പറയാൻ പോയേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ ചെയ്യുക, കല്യാണം കഴിക്കുന്നുള്ള സിറ്റുവേഷനിലെത്തി. ഞാൻ പറഞ്ഞതാണ് കല്യാണം കഴിക്കാൻ പോകുന്ന ചേക്കൻ്റെ അടുത്ത്, ഹരീഷിനെ ഇഷ്ടമാണ്, ഞാൻ അവനെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. പിന്നെ താലി കെട്ടാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയില്ലേ, നിങ്ങളുടെ മകൾ പ്രഗ്നൻ്റ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വാസമായില്ലേ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. സുഭാഷാണെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഹരീഷ് നീതുവിനെ കാണാൻ വേണ്ടി പോയതാണ്, എന്തായെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീതിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നികേഷ് വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ മറച്ചു വെച്ചിട്ടും കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും നാട്ടുകാരും മൊത്തം അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴേക്കും ഹരീഷും സുധീഷും കൂടെ വരുന്നുണ്ട്. വന്നിട്ട് സുധീഷ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ അവളിങ്ങനെ പറഞ്ഞു പോയതാണ്, അല്ലാതെ വേറെ ഒന്നും അവിടെ നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കുട്ടി പ്രഗ്നൻ്റ് അല്ല എന്നറിഞ്ഞപ്പോൾ ഹരീഷിൻ്റെ മുഖം ആകെ വാടിപ്പോയേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ കളിയാക്കിയ രീതിയിൽ. നീതുവിൻ്റെ വീട്ടിലെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നീതുവിനെ അവരൊക്കെ ഉപദേശിക്കുന്നുണ്ട്. അവിടെ 5 ആണുങ്ങളുള്ളതാണ്, അവിടെ പോയി താമസിച്ചാൽ ശരിയാവില്ല, നിനക്കിതുപോലെ ഒരു റൂം ഒറ്റയ്ക്ക് കിട്ടില്ല, നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, നീ ഒന്ന് ആലോചിച്ചിട്ട് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവന് നല്ല വിദ്യാഭ്യാസമൊന്നുമില്ല, നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ, അങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നീതുവിൻ്റെ ഏട്ടൻ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവളുടെ അമ്മയും അച്ഛനൊക്കെ ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്, നിനക്ക് അവിടെ പോയി ശരിയാവില്ല, നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നീ ആദ്യം നിൻ്റെ കാര്യം നോക്ക്, ആദ്യം അവനവൻ നന്നാവുക, എന്നിട്ട് മതി മറ്റുള്ളവരെ നേരാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ ദേഷ്യം വന്ന് എണീറ്റ് പോകുന്നുണ്ട്. എന്നിട്ട് ഹരീഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഹരീഷിൻ്റെ അടുത്തും നീതു ചൂടാവുകയാണ്, എന്നെ ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് കൂട്ടിയിട്ട് പോകും, ഇവിടെ നിൽക്കുന്നത് ഇനി സേഫ് അല്ല, എന്നെ വേറെ ഉപദേശിച്ച് നേരെയാക്കാൻ നോക്കുകയാണ്, എനിക്ക് ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷ് ആണെങ്കിൽ ഏട്ടൻ്റെ കല്യാണം കഴിയാതെ നിന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടത് നീതുവിന് ദേഷ്യം വന്നിട്ട് ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.